നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. വെറ്റിലപ്പാറ സ്വദേശി 52 വയസ്സുള്ള എളംപ്ലാശ്ശേരി ജിമ്മിക്കാണ് പരിക്കേറ്റത്. പേരാമ്പ്രയിലെ KMC യാർഡിൽ തീപിടുത്തം. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി നിർമ്മിച്ച മെറ്റീരിയൽ യാർഡിൽ ഉണ്ടായിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത്. മേളപ്പെരുമഴയിൽ നനഞ്ഞ് ആവേശ തിരയിളക്കത്തിൽ ആറാട്ടുപുഴ പൂരം. രാവിലെ മുതൽ ആനയും ആൾക്കൂട്ടവും ആറാട്ടുപുഴയിലേക്ക് ഒഴുകിയെത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ വർധനയിൽ സ്വർണ്ണവില. വന്യമൃഗ ആക്രമണങ്ങളോടുള്ള സർക്കാരിന്റെ നിഷ്ക്രിയത്വ മനോഭാവം ഭയാനകം. തോമസ് ഉണ്ണിയാടൻ. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ സർക്കാർ പകച്ചു നിൽക്കുന്നു. സനീഷ് കുമാർ ജോസഫ് MLA. വിശദമായ വാർത്തയിലേക്ക്. വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. വെറ്റിലപ്പാറ സ്വദേശി 52 വയസ്സുള്ള എളംപ്ലാശ്ശേരി ജിമ്മിക്കാണ് പരിക്കേറ്റത്. തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു. വാരിയലിനുൾപ്പെടെ പരിക്കേറ്റ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30 വെറ്റിലപ്പാറ 14-ലായിരുന്നു സംഭവം. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയതായിരുന്നു ജിമ്മി. ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതിനിടയിൽ വീടിന് സമീപത്ത് വെച്ച് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. കാട്ടാനയുടെ മുന്നിൽ പെട്ടതോടെ ആന തുമ്പിക്കൈ കൊണ്ട് ജിമ്മിയെ എടുത്ത് എറിയുകയായിരുന്നു. ജിമ്മിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ശബ്ദമുണ്ടാക്കി ആനയെ അവിടെ നിന്നും തുരത്തി കാടുകയറ്റിവിട്ടത്. രാത്രിയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിലും നേരം വെളുത്തതോടെ ദേഹമാസകലം നീരുവെച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. ഇതോടെ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ ജിമ്മി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എക്സ്റേയിൽ വാരിയലിന് ചിഹ്നലുള്ളതായി കണ്ടെത്തി. പല്ലുകളും ഇളകിയിട്ടുണ്ട്. നിരന്തരം കാട്ടാന ആക്രമണമുള്ള പ്രദേശം കൂടിയാണ് വെറ്റിലപ്പാറ. പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിൽ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി 13 ജംഗ്ഷനിലേക്ക് പോയതാണ്. അവിടെ നിന്ന് നടന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ഇവിടെ എത്തിക്കാൻ അവന് വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ആക്രമിക്കുക. ആന അവിടുന്ന് കുറച്ച് അവിടെ വന്ന് ആനയുടെ അടുത്ത് വന്ന് മുട്ടി കഴിഞ്ഞപ്പോൾ ഇവൻ ഓടി ആന ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഓടി ഓടുന്ന ഉടനെ തുമ്പിക്കൈക്ക് കട്ട ചെയ്തപ്പോൾ അത് നേരെ അങ്ങനെ തന്നെ അപ്പുറത്തെ ശരിക്കും കട്ടിങ്ങിലേക്ക് ചടിക്കുന്നു. അങ്ങോട്ട് വീണ് പിന്നെ ആന അപ്പുറത്തെന്ന് പറയാൻ സ്പോട്ട് വരെ വന്നില്ല ആന. അത് കഴിഞ്ഞിട്ട് പിന്നെ ആന ഓടണം ചെയ്ത തിരിച്ച് പിന്നെ ആൾക്കാരൊക്കെ ഒറ്റപ്പാടും പലരും എല്ലാവരും ഓടി ആനനെ ഓടിച്ച് കുട കടത്തി വിട്ടു. അത് കഴിഞ്ഞ് അപ്പം കുറച്ച് വേദനയില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പോകാന്ന് പറഞ്ഞ് ഒത്തിരി വേദനയില്ല. അപ്പം ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ ഓർമ്മയൊന്നുണ്ടായില്ല. പേരാമ്പ്രയിലെ KMC യാർഡിൽ തീപിടുത്തം. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി നിർമ്മിച്ച മെറ്റീരിയൽ യാർഡിൽ ഉണ്ടായിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത്. 500 ലിറ്റർ ഫോം ഉപയോഗിച്ച് 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഫയർഫോഴ്സ് തീയണച്ചത്. പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സിന് പുറകുവശത്താണ് യാർഡ് സ്ഥിതി ചെയ്യുന്നത്. യാർഡിലെ പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞ് ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീയണച്ചത്. തീ പിടിച്ചത് ടാറിനായതിനാൽ 500 ലിറ്റർ ഫോം ഉപയോഗിച്ചാണ് തീ അണച്ചത്. കനത്ത പുക കാരണം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ചാലക്കുടി സ്റ്റേഷൻ ഓഫീസർ PG ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ആവശ്യമായ വെള്ളം അപ്പോളോ ടയേഴ്സ് കമ്പനിയിൽ നിന്നും ലഭിച്ചത് പ്രവർത്തനങ്ങൾക്ക് സഹായകമായി. മേളപ്പെരുമഴയിൽ നനഞ്ഞ് ആവേശ തിരയിളക്കത്തിൽ ആറാട്ടുപുഴ പൂരം. രാവിലെ മുതൽ ആനയും ആൾക്കൂട്ടവും ആറാട്ടുപുഴയിലേക്ക് ഒഴുകിയെത്തി. 2 കിലോമീറ്റർ വരെ കൈവഴികൾ പോലും വാഹനങ്ങളും ആൾത്തിരക്കുമായിരുന്നു. തന്ത്രിയുടെ അനുമതിയിൽ തിമിലപാണി കൊട്ടി ശാസ്താവിനെ എഴുന്നള്ളിച്ചു. പഞ്ചാരിയിൽ പതികാലം നിലയിലെ ഒരു കാലമിട്ട് ഒരു കലാശം കഴിഞ്ഞ് ശാസ്താവ് പുറത്തേക്കെഴുന്നള്ളി.
ഭൂമിയിലെ ദേവസംഗമത്തിന് സാക്ഷിയാകാൻ ആറാട്ടുപുഴ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി. പ്രഭ ചൊരിയുന്ന ശാസ്താവിന്റെ തിടമ്പും കോലവും പാമ്പാടി രാജൻ വഹിച്ചു. വലത്ത് പാമ്പാടി സുന്ദരനും ഇടത്ത് തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും ഉൾപ്പെടെ 15 ആനകൾ അകമ്പടിയായി. പെരുവനം സതീശൻ മാരാർ ഉരുട്ടുചെണ്ട, കീഴൂട്ട് നന്ദനൻ കുറുങ്കുഴൽ, പെരുവനം ഗോപാലകൃഷ്ണൻ വലന്തല, കുമ്മത്ത് രാമൻകുട്ടി നായർ കൊമ്പ്, കുമ്മത്ത് നന്ദനൻ ഇലത്താളം എന്നിവരുടെ പ്രാമാണ്യത്തിൽ 200ഓളം കലാകാരന്മാർ പഞ്ചാരിയുടെ മധുരാവേശം നിറച്ചു. ശാസ്താവിന്റെ തിരുമുറ്റം ആവേശം കുടഞ്ഞെറിഞ്ഞ കൈകൾ നൃത്തഭംഗിയിൽ ഉയർന്നു പൊങ്ങി. മേളം കലാശിച്ച ശേഷം ചൈനീസ് പടക്കങ്ങളുടെ വർണ്ണക്കാഴ്ച. തുടർന്ന് 7 ആനകളുടെ അകമ്പടിയും കൈപ്പന്തങ്ങളുമായി ശാസ്താവിനെ 7 കണ്ടം വരെ എഴുന്നള്ളിച്ചു. തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നാരായുന്ന ചടങ്ങിന് ശേഷം ശാസ്താവ് തിരിച്ചെഴുന്നള്ളി. ചരിത്രത്തിൽ ആദ്യമായി ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ വർധനയിൽ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് പവന് 2160 രൂപ വർദ്ധിച്ച് 68,480 രൂപയായി. ഇന്ന് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 74,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധം സ്വർണ്ണവില കുതിപ്പിന് കളമൊരുക്കി. അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം ചരിത്രത്തിലാദ്യമായി $100 അധികമാണ് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,126, രൂപയുടെ വിനിമയ നിരക്ക് 86.23 സ്വർണ്ണവില വലിയ തോതിൽ കുറയുമെന്ന പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത് സ്വർണ്ണ വ്യാപാരികൾ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഇന്നലെയും സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിരുന്നു. ഇന്നലെ 520 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 2 ദിവസം കൊണ്ട് സ്വർണത്തിന് വർദ്ധിച്ചത് 2,680 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 8,560 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,050 രൂപയാണ്. വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 105 രൂപയാണ്. വന്യമൃഗ ആക്രമണങ്ങളോടുള്ള സർക്കാരിന്റെ നിഷ്ക്രിയത്വ മനോഭാവം ഭയാനകം. തോമസ് ഉണ്ണിയാടൻ. കേരളത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗങ്ങൾ ആക്രമണം തുടരുമ്പോൾ സർക്കാർ പുലർത്തുന്ന നിഷ്ക്രിയത്വം ഭയാനകമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. കഴിഞ്ഞ 9 വർഷത്തിനിടെ 8,000-ലധികം പേർക്ക് പരിക്കും 1,300ഓളം പേർക്ക് ജീവഹാനിയും സംഭവിച്ചിട്ടും വനം വകുപ്പോ വനം മന്ത്രിയോ പ്രശ്നപരിഹാരത്തിനായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ ജനങ്ങളെ മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. മലയോര സമരയാത്രയുടെ തുടർച്ചയായി പരിയാരം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ UDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ PK ജേക്കബ്, PK ബാസി, മണ്ഡലം പ്രസിഡന്റ് VC ബെന്നി, പ്രിൻസ് മുണ്ടൻമാണി, CV ആന്റണി, NC തോമസ്, ലിൻസൺ നടവരമ്പൻ, ജോൺ മുണ്ടൻമാണി, ഗബ്രിയേൽ കിഴക്കൂടൻ, ഷാജു വടക്കൻ, സെബാസ്റ്റ്യൻ നെടുങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, KJ ജോജു, MK രാജേഷ് കുമാർ, ഷാഫി കല്ലൂപ്പറമ്പിൽ, രാജു തളിയപ്പറമ്പിൽ, സിജോ ഇടപ്പിള്ളി, TD വാസുദേവൻ, M ശ്രീകുമാർ, രാമൻകുട്ടി മാസ്റ്റർ, മോളി തോമസ്, അമ്പിളി ഹരി, വർഗീസ് തെക്കേതല, ആലി കിളിയാമണ്ണിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. രഞ്ജിത്ത് കൈപ്പിള്ളി, ഷാജു പൂക്കോടൻ, KA ഹനീഫ, സിജിൽ ചന്ദ്രൻ, സായുജ് സുരേന്ദ്രൻ, ഉല്ലാസ് ബാബു, രാജൻ രാപ്പാൾ, ബിജു മുത്രത്തിക്കര, ജോയ് വല്ലച്ചിറക്കാരൻ, MA അനീഷ് കുമാർ, തോമസ് കാവുങ്ങൽ,
തങ്കമണി മോഹനൻ, കുട്ടൻ പുളിക്കലാൻ, നൈജോ ആന്റോ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കൽ എന്നിവർ നേതൃത്വം നൽകി. വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ സർക്കാർ പകച്ചു നിൽക്കുന്നു. സനീഷ് കുമാർ ജോസഫ് MLA. വന്യജീവി ആക്രമണങ്ങളിൽ ജനം പൊറുതിമുട്ടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. ജനങ്ങളുടെ ജീവനും സ്വത്തും ആക്രമിക്കപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ പകച്ചു നിൽക്കുകയാണ്. മലയോര സമരയാത്രയുടെ തുടർച്ചയായി ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ CG ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ OS ചന്ദ്രൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി II അബ്ദുൾ മജീദ്, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, UDF കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ VA അബ്ദുൾ കരീം, ജെയിംസ് പോൾ, ജോണി പുല്ലൻ, എബി ജോർജ്, TP പോൾ, VM ആന്റണി, തോമസ് കണ്ണത്ത്, തോമസ് മാളിയേക്കൽ, ബിജു S ചിറയത്ത്, മീരാസ വെട്ടുക്കൽ, KR കിരൺ, സിബി വട്ടലായി, പ്രേംജി, KA ജേക്കബ്, അനിയൻ കൊടകര തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. ഏകദേശം 3 ആഴ്ചയോളമായി ചാലക്കുടി പട്ടണത്തിന്റെ നടുക്ക് ഒരു വന്യമൃഗം പുലി വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവ് നമ്മുടെ മുമ്പിലുണ്ടായിട്ട് 8 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ആ പുലി ഇപ്പോഴും നമ്മുടെ പട്ടണത്തിന്റെ നടുക്ക്, പട്ടണത്തിന്റെ ഏറ്റവും ജനവാസമുള്ള മേഖലയിൽ, ഇനി താമസം മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും പള്ളിയും ബസ് സ്റ്റാൻഡും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 270 രൂപ കൂടി ഗ്രാമിന് 8560 രൂപ, പവന് 68,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. വെറ്റിലപ്പാറ സ്വദേശി 52 വയസ്സുള്ള എളംപ്ലാശ്ശേരി ജിമ്മിക്കാണ് പരിക്കേറ്റത്. പേരാമ്പ്രയിലെ KMC യാർഡിൽ തീപിടുത്തം. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി നിർമ്മിച്ച മെറ്റീരിയൽ യാർഡിൽ ഉണ്ടായിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത്. മേള പെരുമഴയിൽ നനഞ്ഞ് ആവേശ തിരയിളക്കത്തിൽ ആറാട്ടുപുഴ പൂരം. രാവിലെ മുതൽ ആനയും ആൾക്കൂട്ടവും ആറാട്ടുപുഴയിലേക്ക് ഒഴുകിയെത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ വർധനയിൽ സ്വർണ്ണവില. വന്യമൃഗ ആക്രമണങ്ങളോടുള്ള സർക്കാരിന്റെ നിഷ്ക്രിയത്വ മനോഭാവം ഭയാനകം. തോമസ് ഉണ്ണിയാടൻ. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ സർക്കാർ പകച്ചു നിൽക്കുന്നു. സനീഷ് കുമാർ ജോസഫ് MLA. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.